ദ ബ്ലാക്ക് ഫയൽ, സീസൺ 1, ദ ബർത്ത് ഓഫ് വാൾട്ടർ. എപ്പിസോഡ് 1, ദ ഫോറിൻ ലാൻഡ്. സമയം തണുത്തുറഞ്ഞ ഒരു മഞ്ഞുകാല രാത്രി. സമയം രാത്രി 11 മണി. ആകാശത്ത് വെള്ളിവെളിച്ചം തൂകുന്ന ഒരു പൂർണ്ണചന്ദ്രനും നിലാവുമുണ്ട്. ജർമ്മനിയിലെ ഒരു വലിയ യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റൽ മുറി. തണുപ്പത്ത് ജനൽച്ചില്ലുകളിൽ മഞ്ഞുതുള്ളികൾ പടർന്നു പിടിച്ചിട്ടുണ്ട്. മുറിക്കുള്ളിലെ ചെറിയ ടേബിൾ ലാമ്പിന്റെ വെളിച്ചത്തിൽ മേശപ്പുറത്തിരിക്കുന്നൊരു ഡയറിയിലേക്ക് നോക്കി നെടുവീർപ്പിടുകയാണ് യാക്കൂബ്. കേരളത്തിലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് +2 പഠനം പൂർത്തിയാക്കി വലിയ പ്രതീക്ഷകളോടെയാണ് യാക്കൂബ് ജർമ്മനിയിൽ 4 വർഷത്തെ ബിസിനസ് ഡിഗ്രി പഠനത്തിനായി എത്തിയിരിക്കുന്നത്. പക്ഷേ ബാങ്കിൽ നിന്ന് വലിയ തുക വിദ്യാഭ്യാസ വായ്പ, എഡ്യൂക്കേഷൻ ലോൺ എടുത്താണ് അവനിവിടെ എത്തിപ്പെട്ടത്. ആ ലോണിന്റെ അടവുകളും നാട്ടിൽ പട്ടിണിയിലായ കുടുംബത്തിന്റെ ചെലവുകളും ഇനി യാക്കൂബ് തന്നെ നോക്കണം. പോക്കറ്റിൽ ആകെയുള്ളത് ഏതാനും യൂറോകൾ മാത്രം. പഠനത്തോടൊപ്പം പെട്ടെന്നൊരു ജോലി കണ്ടെത്തിയില്ലെങ്കിൽ ജീവിതം വഴിമുട്ടിപ്പോകും. സമയം അടുത്ത ദിവസം രാവിലെ 8 മണി. മഞ്ഞു പെയ്യുന്ന തെരുവുകൾ. രാവിലെ തന്നെ കനത്ത തണുപ്പിനെ അവഗണിച്ച് യാക്കൂബ് ജോലിക്കായി തെരുവുകളിലൂടെ അലയുകയാണ്. കയറിയിറങ്ങുന്ന കടകളിലെല്ലാം അവനൊരു ജോലിക്കായി കെഞ്ചിയെങ്കിലും ആരും അവനെ ഗൗനിച്ചില്ല. അന്യനാട്ടിൽ കയ്യിൽ പണമില്ലാതെ, ഭാഷയറിയാതെ അവൻ അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെട്ടു. ഒടുവിൽ അലഞ്ഞുതിരിഞ്ഞു തളർന്ന് കോളേജിന് കുറച്ചകലെയുള്ള ഒരു ചെറിയ തെരുവിൽ അവനെത്തിച്ചേർന്നു. അവിടെ കണ്ട ഒരു ചെറിയ കോഫി ഷോപ്പിനു മുന്നിൽ അവൻ നിന്നു. ആ കോഫി ഷോപ്പിന്റെ പേര് കാഫേ ബെർലിൻ. കടയ്ക്കുള്ളിൽ നിന്ന് കാപ്പിയുടെ നല്ല സുഗന്ധം വരുന്നുണ്ടായിരുന്നു. ധൈര്യവും പ്രതീക്ഷയും സംഭരിച്ച് യാക്കൂബ് കടയ്ക്കുള്ളിലേക്ക് കയറി. കടയുടെ കൗണ്ടറിൽ ചെറുപ്പക്കാരനായൊരു ജർമ്മൻകാരൻ നിൽപ്പുണ്ടായിരുന്നു. അവന്റെ പേര് ലൂക്കാസ്. കഫയ്ക്കുള്ളിലെ സംഭാഷണം. യാക്കൂബ് അല്പം മടിയോടെ താഴ്ന്ന സ്വരത്തിൽ, ഹലോ, ഗുഡ് മോർണിംഗ്. എന്റെ പേര് യാക്കൂബ്. ഞാനിവിടെ അടുത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ പുതിയതായി ചേർന്ന ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി വേണം. കയ്യിൽ പണമൊന്നുമില്ല. പാർട്ട് ടൈമായി എന്തെങ്കിലും ജോലി ഇവിടെ ഉണ്ടാകുമോ? ലൂക്കാസ് യാക്കൂബിനെ മുകളിൽ നിന്ന് താഴേക്കൊന്ന് ഉറ്റുനോക്കുന്നു. അവൻ അവന്റെ അവസ്ഥ മനസ്സിലാക്കിയതുപോലെ ലളിതമായി പുഞ്ചിരിക്കുന്നു. ഇവിടെ നിൽക്ക് ഫ്രണ്ട്. നിന്റെ കണ്ണുകളിൽ ആ ഭയം ഞാൻ കാണുന്നുണ്ട്. വിദേശത്ത് വന്ന് ഒറ്റപ്പെട്ടുപോയവരുടെ വിഷമം എനിക്ക് മനസ്സിലാകും. എന്റെ പേര് ലൂക്കാസ്. യാക്കൂബ് തീവ്രമായ പ്രതീക്ഷയോടെ, എനിക്ക് നാട്ടിലെ ബാങ്ക് ലോൺ അടയ്ക്കണം ലൂക്കാസ്. കുടുംബത്തിന് പണം അയക്കണം. എന്തു പണിയും ഞാൻ ചെയ്യാം. കഴുകാനോ തുടയ്ക്കാനോ ആണെങ്കിലും ഞാൻ തയ്യാറാണ്. ലൂക്കാസ് യാക്കൂബിന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കുന്നു. സമാധാനപ്പെട് യാക്കൂബ്. ഈ കോഫി ഷോപ്പ് എന്റേതാണ്. കൗണ്ടറിലും സപ്ലൈക്കും എനിക്കൊരാളെ ആവശ്യമുണ്ടായിരുന്നു. ഇന്നു മുതൽ നീ ഇവിടെ ജോലിക്ക് കയറിക്കോ. അത്യാവശ്യം നല്ലൊരു തുക എനിക്ക് നിനക്ക് ശമ്പളമായി തരാൻ കഴിയും. അതിൽ നിന്ന് നിനക്ക് പഠിക്കാനും വീട്ടിലേക്ക് അയക്കാനും പറ്റും. യാക്കൂബ് കണ്ണുകൾ നിറഞ്ഞ്, ലൂക്കാസ്, വളരെ നന്ദി. ഈ സമയത്ത് നീ ചെയ്ത ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. സമയം അതേ ദിവസം രാത്രി 10 മണി. കടയടയ്ക്കുന്ന സമയം. ആദ്യ ദിവസത്തെ ജോലി കഴിഞ്ഞ് കഫേ പൂട്ടി പുറത്തിറങ്ങുമ്പോൾ ആകാശത്ത് വീണ്ടും നിലാവ് തെളിഞ്ഞു നിന്നിരുന്നു. ജർമ്മനിയിലെ തണുത്ത കാറ്റ് യാക്കൂബിന്റെ മുഖത്തടിച്ചു. ലൂക്കാസ് കൊടുത്ത ആദ്യ ദിവസത്തെ അഡ്വാൻസ് തുക അവന്റെ പോക്കറ്റിലുണ്ടായിരുന്നു. നാട്ടിലെ ലോൺ അടയ്ക്കാനും കുടുംബത്തെ രക്ഷിക്കാനും ഒരു വഴി തെളിഞ്ഞതിന്റെ ആശ്വാസത്തിൽ യാക്കൂബ് ലൂക്കാസിനോട് യാത്ര പറഞ്ഞു നടന്നകന്നു. എന്നാൽ തനിക്ക് ജോലി നൽകിയ ഈ ലൂക്കാസ് എന്ന സുഹൃത്ത് തന്റെ ജീവിതത്തെ വരാനിരിക്കുന്ന വലിയൊരു അധോലോകത്തിലേക്ക് നയിക്കാൻ പോകുന്ന വാതിലാണെന്ന് യാക്കൂബ് ആ നിമിഷത്തിൽ അറിഞ്ഞിരുന്നില്ല. വാൾട്ടർ എന്ന സാമ്രാജ്യത്തിന്റെ വിത്ത് അവിടെ മുളയ്ക്കുകയായിരുന്നു.